സ്വാമി ശരണമയ്യപ്പ. ഇപ്പോൾ ഹിന്ദുക്കളെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. അരിയും മൂഞ്ചി മണ്ണയും മൂഞ്ചി കൊണ്ടുവന്ന കാർഡും മൂഞ്ചി എന്ന് പറഞ്ഞവരായിപ്പോൾ. ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അതും പോയി, അതിനും പേര് ദോഷമായി. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന സാധനങ്ങളും മോട്ടിച്ചുകൊണ്ട് പേയവന്മാരും അതിനകത്തുള്ളവന്മാർ ഇപ്പോൾ ആകപ്പാടൊരു അവിയൽ കോവിൽ പരുവായി. പണ്ടേ എൻ്റെ നിലപാട് അതാണ് കറക്റ്റ് കാര്യം. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആരെയും എൻ്റെ സ്വന്തമായ അഭിപ്രായമാണ് ഇത് പറയണത്. ഇനി എനിക്കെതിരെ ഇതും കണ്ടുകൊണ്ടാരും മുന്നിട്ടിറങ്ങണ്ട. ഇത് ഒരു ഹിന്ദുവിൻ്റെ യഥാർത്ഥ ശബ്ദമല്ല എന്ന് ഓർത്തോളണം. ഇത് യഥാർത്ഥ ഹിന്ദു അനുഭാവിയുടെ ശബ്ദമായിട്ട് നിങ്ങൾ കാണാവൂ. അല്ലാതെ ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. അവർക്ക് പല പല അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ കാണും. അവർ പല ഒരു 150 ജാതിയിലുള്ളതാണ് ഈ ഹിന്ദു മതം എന്ന് പറയണത്. അതിനകത്ത് ഒരുപാട് പേർക്ക് പലവർക്കും അവരുടേതായ അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ കാണും. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയണത്. പണ്ട് മുതലേ ഞാൻ എൻ്റെ ക്ഷേത്ര ഗ്രൂപ്പിലൊക്കെ ഞാൻ ഒരിക്കൽ സംസാരിച്ചിട്ടുള്ളതാണ് ഈ പോറ്റിമാരെ കാര്യം. എന്ന് വെച്ചാൽ യവന്മാർ കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ജ്യോത്സ്യന്മാരെ യവന്മാരെ കസ്റ്റഡിയിലുണ്ട്. ഈ ജ്യോത്സ്യന്മാരെ വച്ചിട്ട് ഇവർ ഒരു കളിയുണ്ട് അവരെ കാര്യം എന്ന് പറഞ്ഞാൽ. ഈ ജ്യോത്സ്യന്മാർ വന്നിട്ട് അവിടെ നിന്ന് കബഡി നിരത്തിയിട്ട് അവന്മാർ പറയും, ഈ ക്ഷേത്രത്തിൽ ഇന്ന വഴിപാടുകളും ഇന്ന വലിയ വലിയ പൂജകളും അല്ലെ ഇന്ന ഹോമം, ഇത് ശുദ്ധി കലശം നടത്താറുണ്ട്, അതിന് എത്ര ലക്ഷം രൂപ, ഒരു 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ ഇവരൊരു വലിയ ചാർത്തും കൊടുത്തിട്ട് പോകും. ഇത് അവിടെ ഇരുന്ന് കുറേ അടിയാളന്മാരുണ്ടല്ലോ, അവന്മാർ ഇങ്ങനെ ഇരുന്നിട്ട് ഇതെല്ലാം കൂടെ കേട്ട് ശരി തമ്പ്രാൻ പറഞ്ഞിരിക്കുകയാണ്, അയ്യപ്പന് അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന ദേവന് ഇത്രയും പ്രശ്നങ്ങൾ കിടക്കുകയാണ് അദ്ദേഹത്തിന്, അതെല്ലാം ഈ തന്ത്രി പറഞ്ഞതുപോലെ പൂജകളും കർമ്മങ്ങളും നടത്തി ഇത് ശരിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ കിഴകന്മാർ അവിടെ നിന്ന് കേട്ടിട്ട് നാട്ടുകാരെ നിന്നെല്ലാ പൈസകളും പിരിച്ചു ഉറക്കിയെടുത്തിട്ട് ഈ പൂജകൾ നടത്തും. അത് പൂജയ്ക്ക് അതാണ് ഏറ്റവും വലിയ വിറ്റെന്ന് പറയണത്. ഈ പൂജയ്ക്ക് യവന്മാരെ ശമ്പളം എത്രയാണ്? 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം രൂപ. അതിന് വേണ്ടിയാണ് ഈ ജ്യോത്സ്യന്മാരുമായിട്ട് കൂടിക്കൊണ്ട് യവന്മാർ ഈ ഒരു പരിപാടി വയ്ക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ പണ്ടേ എതിരാണ്. എനിക്ക് നല്ലതുപോലെ അറിയാം യവന്മാർ ഇതൊക്കെ യവന്മാരും ഈ ജ്യോത്സ്യന്മാരും കൂടെ ചേർന്നുകൊണ്ടുള്ള കളിയാണെന്ന്. ഏത് ക്ഷേത്രത്തിലും ഇവർ ഈ ജ്യോതിഷ പ്രശ്നം വയ്ക്കുന്നതിന് മുമ്പ് ഈ തന്ത്രിമാരും ഈ ജ്യോത്സ്യന്മാർ ആരാണെന്ന് അന്വേഷിച്ചിട്ട് ഇവർ തങ്ങളിലൊരു ധാരണയിലെത്തിയിട്ടാണ് ഈ ഇതിലുള്ള ഒരുപാട് ചിലവ് കൂടിയ കർമ്മങ്ങൾ ഈ മറ്റുള്ളവരെ അവന്മാർ അടിച്ചേൽപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതുപോലെ പല കാര്യങ്ങളിലും പല ക്ഷേത്രങ്ങളിലും ശബരിമലയിലാണെങ്കിൽ കൂടുതൽ ഇവരെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെയുള്ള കാര്യങ്ങൾ അവിടുത്തെ ജ്യോത്സ്യന്മാരുമായിട്ട് ചേർന്നുകൊണ്ട് ഇവരെല്ലാം സംസാരിക്കുകയും തീർക്കുകയും ഉറക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അവിടെ ശശി ആരാണ്? അതാണ് ശശി. നമ്മളാണ് അവിടുത്തെ ശശി. യഥാർത്ഥം പറഞ്ഞാൽ അതാണ് ഇതിനകത്ത് നടക്കുന്ന ഈ വിഷയങ്ങൾ കംപ്ലീറ്റും. ഇതിനെക്കുറിച്ച് പറയാൻ നിന്ന ഒരുപാടുണ്ട് മിക്ക ക്ഷേത്രങ്ങളിൽ. പിന്നെ ഇതിനെയൊക്കെ കുറേ രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു ടീമാണ് നമ്മളെ ഇവിടുത്തെ ഗവൺമെൻറ് എന്ന് പറയുന്നത്. മാറി ഒരു ഗവൺമെൻറ് എന്നൊന്നും പറയണ്ട, മാറി വരുന്ന ഗവൺമെൻറ്റിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള നമ്മളെ രക്തം ഊറ്റി കുടിക്കും പോലെ ദേവൻ്റെയും ദേവിയുടെയും മറ്റേ അയ്യപ്പൻ്റെയും മറ്റുള്ള ദൈവങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് അവിടെ വരുന്ന പൈസ വാങ്ങിച്ച് പറക്കിയെടുത്ത് യവന്മാരൊക്കെ ശമ്പളങ്ങൾ കൊടുത്ത് യവന്മാരെ വീട്ടിൽ ചിലവ് നോക്കി യവന്മാരെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മളെ ഊറ്റുക എന്നുള്ളതാണ് യവന്മാരെ 100% യവന്മാരെ പരിപാടി. ഇനിയുമുണ്ട്. ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ഇനി കുറേ വഴിപാടുകൾ അവർ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന വഴിപാടുകൾ ഇന്ന അതിൻ്റെയൊക്കെ വിലയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പം പണ്ട് 5 രൂപയ്ക്കും 7 രൂപയ്ക്കും എഴുതിക്കൊണ്ടിരുന്ന അർച്ചനയെന്ന് പറഞ്ഞാൽ ഇന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് കണ്ടിട്ട് അടുത്ത വീഡിയോ അടുത്ത് ഇവരൊരു വഴിപാടിൻ്റെ കാര്യമുണ്ട്. ഇതൊക്കെ പിന്നെ അനാവശ്യമായ ഭ്രാന്തൻ ചിന്താഗതികളാണ്. ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് കാട്ടിക്കിടക്കണവൻ, അത് ഞാൻ പണ്ടേ ഇതിലാണ്. ഞാൻ സ്വയം എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. കാട്ടിക്കിടക്കണ ജീവിയെ പിടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ പുറത്തൊരു 3-4 കയറി ഇതൊന്നും ഒരു ദൈവങ്ങളും പറഞ്ഞിട്ടുള്ള കാര്യമില്ല. റോഡേ നടത്തി 3-4 ചവിട്ടിക്കൊണ്ട് നാശനഷ്ടങ്ങൾ വരുത്തി. അതൊക്കെ യവന്മാർ ഈ ജ്യോത്സ്യന്മാരും ഈ ദൈവമാതിരിയുള്ള തന്ത്രിമാരും കൂടെ എടുക്കുന്ന തന്ത്രമാണ്. അതിനൊക്കെ ഇവരടിമകളാണ്. നമ്മളാളുടെ അടിമകളാണ്. വെളിയിൽ ആരെയും കുറ്റം പറഞ്ഞു ഒരു മതക്കാരെ ഞാൻ കുറ്റം പറയില്ല. അവരൊക്കെ അടുക്കും ചിട്ടയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നത്. പിന്നെ
ഇത് പറയാൻ നിന്നാൽ ഒരുപാട് തീരില്ല. അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ വരും. അതുകൊണ്ട് തന്ത്രി പിന്നെ അയ്യപ്പൻ അവിടെ ഉണ്ടെന്നുള്ളത് പരമമായ സത്യമാണ്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇതേ മണ്ഡലകാരം അവിടെ നട തുറന്നപ്പോൾ ഇവരെല്ലാം അകത്ത്. അതുകൊണ്ട് അത് പരമമായ ഒരു സത്യമാണ്. സ്വാമിയേ ശരണമയ്യപ്പ.